ഷാഫി പറമ്പിലിന്റെ ചോര കണ്ടേ അടങ്ങുമെന്ന ദൃഢനിശ്ചയമെടുത്ത പോലീസുകാർക്ക് മുന്നിൽ ചോര ഒലിച്ചു നിന്ന ഷാഫി പറമ്പിൽ അക്ഷരാർത്ഥത്തിൽ അഗ്നിയായി മാറുകയായിരുന്നു. അതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. പേരാമ്പ്ര CKG കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിൽ സംസ്ഥാനത്ത് ആകമാനം UDFന്റെ പ്രതിഷേധം തുടരും. വെള്ളിയാഴ്ച വൈകുന്നേരം പോലീസ് നടപടികൾക്കിടെ പേരാമ്പ്രയിൽ വെച്ച് ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്നാണ് സംസ്ഥാനമാകമാനം UDF പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. ഇതിനിടെ പലയിടത്തും പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. പ്രതിഷേധം ഇനിയും തുടരും. ഷാഫിയുടെ പരിക്കിനൊപ്പം ശബരിമലയിലെ വിവാദവും UDF പ്രതിഷേധങ്ങളിൽ ഉയർത്തും. പരിക്കേറ്റ ഷാഫി പറമ്പിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഷാഫിയുടെ മൂക്കിന്റെ എല്ലിന് പൊട്ടലുണ്ടായതിനെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തി. 2 പൊട്ടലാണ് ഉള്ളത്. ഷാഫിയുടെ ആരോഗ്യനില ഗുരുതരമല്ല. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 3 മണിക്കൂർ നീണ്ടതായിരുന്നു ഷാഫിയുടെ ശസ്ത്രക്രിയ. CT സ്കാനിലാണ് മൂക്കിലെ പൊട്ടൽ വ്യക്തമാകുന്നത്. ഇതോടെയാണ് ശസ്ത്രക്രിയ നടത്തിയത്. 30 കൊല്ലമായി SFI മാത്രം ജയിക്കുന്ന കോളേജാണ് പേരാമ്പ്ര CKG കോളേജ്. ഇവിടെയാണ് KSUവിന്റെ നേതൃത്വത്തിലെ സംഘടന 5 സീറ്റിൽ ജയിക്കുന്നത്. ഇതേ തുടർന്ന് തർക്കമാണ് സംഘർഷമായി മാറിയത്. പേരാമ്പ്രയിൽ 25ലധികം UDF പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പേരാമ്പ്രയിൽ CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിനിടയിൽ പോലീസ് ലാത്തി വീശിയതിനെ തുടർന്ന് ഷാഫി പറമ്പിൽ MP അടക്കമുള്ള UDF പ്രവർത്തകർക്ക് പരിക്കേറ്റ സംഭവത്തിൽ അപലപിച്ച കോൺഗ്രസ് നേതാക്കൾ ഷാഫി പറമ്പിൽ MPയെ ആക്രമിച്ചത് CPM ക്രിമിനലുകളും CPMന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന പോലീസും ചേർന്നാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. ശബരിമല വിഷയം വഴിമാറ്റാനാണ് ഇതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി സെക്രട്ടേറിയറ്റിലേക്ക് പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസുമായി വലിയ സംഘർഷത്തിൽ കലാശിച്ചു. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ച ബാനറുകൾ പ്രവർത്തകർ കീറിമാറ്റി. കോഴിക്കോട് നഗരത്തിലും പ്രവർത്തകർ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു. പ്രകടനത്തിനിടെ നഗരത്തിൽ LDF സ്ഥാപിച്ച വികസന മുന്നേറ്റ യാത്രയുടെ ഫ്ലക്സ് ബോർഡുകൾ പ്രവർത്തകർ കീറിയെറിഞ്ഞു. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് T സിദ്ദിഖ് MLA പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള സ്വർണ്ണ കള്ളക്കടത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പോലീസ് നടപടിയെന്ന് ഷാഫി പറമ്പിൽ MP ആരോപിച്ചു. സ്വർണ്ണ കവർച്ചയും സ്വർണ്ണക്കടത്തും ഖജനാവ് കൊള്ളയടിക്കലുമാണ് ഭരണമെന്ന് കരുതുന്ന സർക്കാരിന്റെ അവസാനമാണ് ഇതെന്ന് മറക്കരുത് എന്നാണ് VD സതീശൻ സംഭവത്തിൽ പ്രതികരിച്ചത്. CPMന് വേണ്ടി ലാത്തിയെടുത്ത പോലീസിലെ ക്രിമിനലുകൾ ശമ്പളം വാങ്ങുന്നത് AKG സെന്ററിൽ നിന്നല്ലെന്നത് ഓർക്കണം. ഷാഫി പറമ്പിലിനെയും നേതാക്കളെയും പ്രവർത്തകരെയും ആക്രമിച്ച ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാമെന്ന് സർക്കാർ കരുതേണ്ട. പേരാമ്പ്ര CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടായ പരാജയം ഒരു തുടക്കം മാത്രമാണ്. ഇതിലും വലിയ പരാജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് മറക്കരുത്, സതീശൻ പറഞ്ഞു. ഷാഫി പറമ്പിലിന്റെ നേരെ ഉണ്ടായത് CPMും പോലീസും ചേർന്ന് കരുതിക്കൂട്ടി നടത്തിയ ആക്രമണമാണ് എന്നും അതിനെ കോൺഗ്രസ് ശക്തമായി അപലപിക്കുന്നുവെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ഷാഫിക്കും പ്രവർത്തകർക്കും എതിരായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഒക്ടോബർ 11 സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ബ്ലോക്ക് തലത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. സ്വർണ്ണപ്പാളി മോഷണത്തിൽ പ്രതിക്കൂട്ടിലായ സംസ്ഥാന സർക്കാരും CPMും ചേർന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് ഇത്തരമൊരു ആക്രമണം ആസൂത്രണം ചെയ്തത്. പോലീസ് അത് നടപ്പിലാക്കുകയായിരുന്നു. CPMന്റെ കൊട്ടേഷൻ പണിയാണ് ഇപ്പോൾ കേരള പോലീസിന്. മനഃപൂർവ്വം നാട്ടിൽ കലാപം സൃഷ്ടിക്കാനാണ് ശ്രമം. ജനപ്രതിനിധി കൂടിയായ ഷാഫി പറമ്പിലിനെ ഏതു വിധേനയും രാഷ്ട്രീയമായും കായികമായും ഇല്ലാതാക്കുന്ന ശ്രമങ്ങൾ നേരത്തെ തന്നെ CPM നടത്തിയിരുന്നു. വ്യാജ ആരോപണങ്ങളും കയ്യേറ്റ ശ്രമങ്ങളും നിരവധി തവണ ഷാഫി പറമ്പിലിന് നേരെ CPM നടത്തി. ജനാധിപത്യ രീതിയിൽ ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്താൻ കഴിയാത്തതിന്റെ പേരിലാണ് ആക്രമിച്ച് ഇല്ലാതാക്കാമെന്ന് CPM കരുതുന്നത് എന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. പോലീസ് ക്രൂരതയിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തലയും അപലപിച്ചു. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നടപടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം ഷാഫി പറമ്പിൽ MPയെ പോലീസ് മർദ്ദിച്ചതിൽ ഇന്നും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുമെന്നാണ് കോൺഗ്രസ്. വൈകിട്ട് 3 മണിക്ക് പേരാമ്പ്രയിൽ UDF പ്രതിഷേധ സംഗമം നടത്തും. KC വേണുഗോപാൽ MP പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ രാത്രി വൈകിയും പല സ്ഥലത്തും പ്രതിഷേധം തുടർന്നു. പലയിടത്തും ഏറെ പണിപ്പെട്ടാണ് പോലീസ് പ്രതിഷേധക്കാരെ നീക്കിയത്. വിവിധ ജില്ലകളിൽ നടന്ന കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. പലയിടത്തും ദേശീയപാത ഉപരോധിച്ച് പ്രവർത്തകർ ഏറെ നേരത്തിന് ശേഷമാണ് പിന്തിരിഞ്ഞത്. തലസ്ഥാനത്ത് ഷാഫിക്ക് പിന്തുണ പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങി. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വൻ സംഘർഷമുണ്ടായി. പിന്നാലെ ലാത്തി ചാർജും. കൊല്ലത്തും രാത്രി ഏറെ വൈകി പ്രവർത്തകർ പ്രകടനം പ്രതിരോധങ്ങളും നടത്തി. ചവറയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനും റോഡും ഉപരോധിച്ചു. കരുനാഗപ്പള്ളിയിൽ ഹൈവേ ഉപരോധിച്ച യൂത്ത്
യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. ആലപ്പുഴയിൽ രാത്രി 10ഓളം പ്രവർത്തകർ പ്രതിഷേധവുമായി ദേശീയപാതയിലെത്തി. അതുപോലെ തന്നെ കളർക്കോട് ജംഗ്ഷനിൽ ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞ് വാക്കേറ്റത്തിന് ഇടയാക്കി. ആലപ്പുഴ ഹൈവേ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. സമരം 1 മണിക്കൂറോളം നീണ്ടുനിന്നു. പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി. എറണാകുളത്ത് കളമശ്ശേരി HMT ജംഗ്ഷനും ആലുവയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കാൻ ശ്രമിച്ച സംഘർഷത്തിന് ഇടയാക്കി. എറണാകുളം നഗരത്തിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പേരാമ്പ്രയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധിച്ചു. തൊടുപുഴയിലും പ്രതിഷേധവുമായി പ്രവർത്തകർ തെരുവിലിറങ്ങി. തൃശൂരിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. പാലക്കാട് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നത്. വയനാട്ടിലെ മാനന്തവാടിയിൽ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇടുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി തന്നെയാണ് ഈ വിഷയത്തിൽ എതിർത്തിരിക്കുന്നത്. അതായത് പോലീസിന്റെ നരനായാട്ട് കൃത്യമായി കാണിക്കുന്ന വെളിവാക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. ഒപ്പം പോലീസ് ആക്രമണത്തിൽ മൂക്കിന് പരിക്കുപറ്റിയ ശ്രീ ഷാഫി പറമ്പിൽ MPയെ ഇന്ന് രാത്രി തന്നെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും എന്നാണ് കോഴിക്കോട് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിങ്ങൾ ശബരിമലയിൽ നടത്തിയ സ്വർണ്ണമോഷണം മറയ്ക്കാൻ നിങ്ങൾ പൊട്ടിച്ച ഓരോ തുള്ളി ചോരയ്ക്കും അല്ലെങ്കിൽ നിങ്ങൾ പൊടിച്ച ഓരോ തുള്ളി ചോരയ്ക്കും നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ശ്രീ വിജയൻ പറയിപ്പിക്കും ഈ നാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിൽ MP ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബംഗാളിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലിരുന്ന സമയത്താണ് നന്ദിഗ്രാമം CPM പോലീസും ചേർന്ന് നരനായാട്ട് നടത്തിയത്. അവസാനം 2011 ഭരണം മാറിയപ്പോൾ തല്ലുകൊണ്ട് അന്തം കമ്മികൾ ഓടിയ വഴിക്ക് പുല്ലുപോലും മുളച്ചിട്ടില്ല. കേരളത്തിന്റെ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചവരെ ജനങ്ങൾ പേപ്പട്ടികളെ പോലെ ഓടിക്കാൻ ഇനി അധികം സമയമൊന്നും വേണ്ടിവരില്ല. തല്ലിത്തോൽപ്പിക്കാമെന്ന് CPM കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ഷാഫി പറമ്പിൽ MPയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയിട്ടും വർഗീയത പറഞ്ഞിട്ടും നിങ്ങൾക്ക് തോൽപ്പിക്കാനാകാത്ത കോൺഗ്രസിന്റെ പോരാളി. വടകരയിൽ ടീച്ചർ തോറ്റത് 1.25 ലക്ഷം വോട്ടിനാണ്. തോൽപ്പിച്ചത് ഈ ഷാഫി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അനവധി പ്രതിഷേധങ്ങളാണ് ഇവിടെ ശക്തമാകുന്നത് എന്ന് വ്യക്തമാവുകയാണ്.